ഓക്കെ, ഇന്ന് ഞങ്ങളെ കൂടുതലുള്ളത് വേൾഡ് നമ്പർ പ്രഷർ പമ്പായ ഗ്രൗണ്ട് ഫോഴ്സിൻ്റെ മിസ്റ്റർ സിദ്ധാർത്ഥാണ്. വെൽക്കം മിസ്റ്റർ സിദ്ധാർത്ഥ്. അപ്പോൾ പ്രഷർ പമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രഷർ പമ്പ്സ് ഉണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 10,000 രൂപയ്ക്ക് അകത്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 ലക്ഷം രൂപ വരെ വരുന്ന പ്രഷർ പമ്പ് നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സിന്റെ ഒരു പ്രോഡക്റ്റ് ബാസ്ക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഒരു 4-5 ബാത്റൂംസ് ഉള്ള ഒരു കസ്റ്റമേഴ്സിന് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പ്രഷർ പമ്പാണ് സിദ്ധാർത്ഥ് സജസ്റ്റ് ചെയ്യുക? സ്കാല 2 തന്നെയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പോകുന്ന പ്രഷർ പമ്പ്. ഭയങ്കര കോമ്പാക്ട് ടൈപ്പ് ആണല്ലോ ഈ സ്കാല 2. ടോട്ടലി 10 കിലോ മാത്രമേ ഇതിന് വെയിറ്റ് പോലും വരുന്നുള്ളൂ. പക്ഷേ സ്കാല 2 നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ വലിയ 24 ലിറ്ററിന്റെ വലിയ ടാങ്ക് ഒന്നും ഇതിനില്ല. ഇതിന് ചെറുതായിട്ട് ഒരു 600 മില്ലി ലിറ്ററിന്റെ ടാങ്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ പമ്പ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന പമ്പാണ്. ഇതിന് വാട്ടർ ഹാമറിങ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എത്ര വർഷം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്ലംബിംഗ് ലീക്കേജ് വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് ആവശ്യത്തിനനുസരിച്ചുള്ള കറണ്ട് എടുക്കത്തുള്ളൂ എന്നുള്ള. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഞാനൊരു ടാപ്പ് തുറക്കാൻ പോവാണ്. ഒരു ടാപ്പ് തുറന്നു. അപ്പോൾ ഈ പ്രഷർ പമ്പ് വർക്ക് ചെയ്യാണ്. നോക്കിക്കോ, ഇതിനകത്ത് എടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 106 വാട്ട്. നമുക്കൊരു 3 ടാപ്പ് ഒരുമിച്ച് തുറക്കുമ്പോൾ എത്ര കറണ്ട് എടുക്കും നോക്കാം. അപ്പോൾ ഞാനൊരു 3 ടാപ്പ് ഒരുമിച്ച് തുറന്നേക്കാണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 150 വാട്ട്, 160 വാട്ട് ഇത്രേ എടുക്കുന്നുള്ളൂ. അതായത് ഈ 3 ടാപ്പ് ഒരുമിച്ച് ഇങ്ങനെ തുറന്നിട്ട് പോലും നമ്മൾ 10 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്നത് 1.5 യൂണിറ്റ് കറണ്ടാണ്. ഇതിന് ഭയങ്കര ശബ്ദം കുറവാണ്. ഈ പമ്പ് ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിന് എടുക്കുന്ന ശബ്ദം ഞാൻ 44 ഡെസിബിളാണ്. നമുക്കിത് വീട്ടിനകത്ത് വേണമെങ്കിലും വെക്കാം. ഈ മുകളിൽ ടാങ്കിന് മുകളിലൊന്നും വെക്കണമെന്നില്ല, നമുക്ക് താഴെ എവിടെ വേണമെങ്കിലും വെക്കാം. ഇത് സിംഗിൾ കിലോ വാട്ട് സിംഗിൾ ബാറ്ററിയുള്ള ഇൻവെർട്ടറും കണക്ട് ചെയ്യാം. ഇതിന് സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കത്തില്ല. ഇതിനകത്ത് VFD എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ പമ്പിൻ്റെ 0.0 ആണ് ആംസ് എടുക്കുന്നത്. ഞാൻ ഈ പമ്പ് സ്റ്റാർട്ട് ചെയ്തു, അതായത് ടാപ്പ് തുറന്നു, 0.4 ആണ് സ്റ്റാർട്ടിങ് കറണ്ട് എടുത്തത്. അത്രയും സാധാരണ ഒരു പമ്പ് എടുക്കുന്നത് ഒരു 1 HP പമ്പ് 6 to 10 ആംസ് ആണ് സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ പമ്പുകൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 3.5 കിലോ വാട്ടോ 5 കിലോ വാട്ടൊക്കെ ഉള്ള ഇൻവെർട്ടർ, വലിയ ഇൻവെർട്ടറുകൾ വേണം. ഇത് സിംഗിൾ കിലോ വാട്ട് ഇൻവെർട്ടറിൽ പോലും കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നമുക്ക് ഓവർ ഹെഡ് ടാങ്ക് ഒഴിവാക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഈ പമ്പിന് ചെയ്യാൻ പറ്റും. ഇതൊരു സെൽഫ് പ്രൈമിങ് പമ്പാണ്. അതായത് നമ്മുടെ കിണറിൽ നിന്നോ നമ്മുടെ സമ്പ് ടാങ്കിൽ നിന്നൊക്കെ വെള്ളം വലിച്ചെടുത്ത് തന്നെ ടാപ്പിലേക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഒരു മുകളിൽ ടാങ്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. പൊതുവെ കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിലെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് മിസ്റ്റർ സിദ്ധാർത്ഥ് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ ആ പമ്പ് ഒന്ന് ഫീൽ ചെയ്യാനും അതിൻ്റെ പെർഫോമൻസ് അറിയാനൊക്കെ PK ഇൻസ്റ്റോറിലേക്ക് നിങ്ങൾക്ക് വരാം.